നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സമാധാന ചർച്ചകളും ഒരുപോലെ സജീവമാകുന്നതിനിടെ മേഖലയിലേക്ക് 2000 കരസൈനികരെ കൂടി അയക്കുവാൻ അമേരിക്ക ഉത്തരവിട്ടിരിക്കുകയാണ്. പാക് മധ്യസ്ഥതയിലുള്ള US-ഇറാൻ സമാധാന ചർച്ചകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക സൈനിക നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ മേഖലയിൽ പുതുതായി എത്തിയ കരസൈനികരുടെ എണ്ണം 7000-ആയി ഉയർന്നിട്ടുണ്ട്. പെന്റഗണിന്റെ കീഴിലുള്ള വിഖ്യാതമായ 82ാം എയർബോൺ ഡിവിഷനിലെ സൈനികരെയാണ് പശ്ചിമേഷ്യയിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും 18 മണിക്കൂറിനുള്ളിൽ എത്താവുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സിനെയാണ് അമേരിക്ക ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഘം 2 ദിവസത്തിനുള്ളിൽ മേഖലയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ വിവിധ താവളങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുള്ള 50,000 സൈനികർക്ക് പുറമെയാണ് ഇത്. എപ്പിക് ഫ്യൂറി എന്ന പെന്റഗൺ പേരിട്ടിരിക്കുന്ന ഈ വിപുലമായ സൈനിക നീക്കത്തിനായി മറൈൻ സൈനികരും ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്ക ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന സംശയമാണ് പുതിയ നീക്കങ്ങൾ ഉയർത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കുമെന്ന പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ വാഗ്ദാനത്തെ ട്രംപ് പിന്തുണച്ചിരുന്നു. പാകിസ്ഥാൻ തയ്യാറാക്കിയ 15 ഇന സമാധാന പദ്ധതി ഇവർ ഇറാന് കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നോ ഇസ്രായേൽ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ നേരത്തെ ഇറാൻ പരസ്യമായി നിഷേധിച്ചിരുന്നു. സമാധാനത്തിന്റെ മറവിൽ അമേരിക്ക ആക്രമണത്തിനുള്ള സമയം കണ്ടെത്തുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. ട്രംപ് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇസ്രായേൽ ടെഹ്റാനിൽ സർക്കാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിർണായക ശക്തിയായ ചൈനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. എല്ലാ കക്ഷികളും സമാധാനത്തിനുള്ള അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈന അറിയിച്ചിരുന്നു. ഇറാന്റെ പ്രധാന സഖ്യകക്ഷികളും അവരുടെ എണ്ണ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ചൈന എന്ന് ഈ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകിയത്. ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയും അവരുടെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവുമാണ് ചൈന എന്നത് ഈ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ആക്രമണങ്ങൾ കുറയുന്നില്ല. ഇറാനും ഇസ്രായേലും പരസ്പരം പ്രത്യാക്രമണം തുടരുകയാണ്. 82ാം എയർബോൺ ഡിവിഷനിലെ കൂടുതൽ സൈനികർ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ എത്തിയേക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഈ സൈനിക വിന്യാസം വെറും ഒരു പ്രതിരോധ നീക്കമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യ ഒരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.